അത് പറയുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാണിക്കാണ്. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മോർണിംഗ് വൈബും അലോക്കേഷ്യ അമസോണിക്കൻ്റെ കൂടെയാണ്. ഇതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതലായിട്ട് വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല. പക്ഷേ എന്താണെന്നറിയോ, ഒരു 10 ചട്ടി ഒരേ സ്ഥലത്ത് ഭംഗിയായിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭീകരതയുടെ രസമല്ല, കാണാൻ ഭംഗിയുള്ള രസം. നമ്മൾ ഒരു പ്ലാന്റ് മാത്രം വെക്കുന്ന സമയത്ത് ഇത്രത്തോളം ഭംഗി കിട്ടാറില്ല. പക്ഷേ അപ്പോൾ പലതും കൂടി നിൽക്കുമ്പോൾ പിന്നെ ഈ പറഞ്ഞ ഒരു വാശിയുണ്ട്. അതായത് അവർക്ക് പരസ്പരം വളരാനുള്ളൊരു വാശിയാണ്. ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഞാനാണോ നീയാണോ വലുതെന്ന് കാണിക്കുന്ന മനുഷ്യന്മാർ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ പ്ലാന്റുകൾക്കും അതുണ്ട്. ശരിക്കും ഒരു 10 ചട്ടി അടുപ്പിച്ച് ഒരുപോലെ വെച്ചാൽ എത്ര കൊള്ളില്ല എന്ന് തോന്നുന്ന പ്ലാന്റും നല്ല മനോഹരമാണ്. അപ്പോൾ എന്താണ് ചെയ്തത്, എങ്ങനെയാണ് പൊട്ടി മിക്സ് എന്നൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ? അറിയാം. അപ്പോൾ എൽസിയമ്മ, എന്താണ് അലോക്കേഷ്യൻ്റെ ഈ പൊട്ടി മിക്സ്? അത് പറയുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാണിക്കാണ്. ഇത് വീട്ടിലുണ്ടായിരുന്ന ഒരു ഫിഷ് ടാങ്ക് ആണ്. അക്വേറിയം. അതിനൊരു ചെറിയൊരു പൊട്ടൽ വന്നു. അപ്പൊ പിന്നെ അതിനെടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് സിങ്കോണിയം വെച്ചു. അടിയിൽ ഗ്ലോണിയം കൊണ്ട് ഒരു ബോർഡർ വെച്ചു. അപ്പൊ ശരിക്കും ഇത് അക്വേറിയം ഒക്കെ പൊട്ടി പോകുമ്പോ അല്ല ചില്ലൊക്കെ പൊട്ടി പോകുമ്പോ നമുക്ക് തോട്ടത്തിലിടാൻ പറ്റില്ല. പണ്ടൊക്കെ ആണെങ്കിൽ കൊടുക്കായിരുന്നു ഗുജറി, ഇപ്പൊ ആരും എടുക്കില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ ഐഡിയ ആക്കി ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ എത്ര മനോഹരാന്ന് നോക്കിയാൽ. ഷെയ്ഡുള്ളടത്ത് വെച്ചാൽ മതി. അതെന്താ അങ്ങനെ പറയാൻ കാരണം? മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടി കിടക്കരുത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഷെയ്ഡിൽ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ സിങ്കോണിയോ അല്ലെങ്കിൽ എന്താ കിട്ടുന്ന പ്ലാന്റ് എത്ര മനോഹരം നോക്കൂ. ഒരു പൊട്ടി വേസ്റ്റ് ആയി പോയാൽ നമ്മുടെ അക്വേറിയം എത്ര മനോഹരമായിരിക്കും. നമ്മള് അധികം വെള്ളം ഒഴിക്കരുത്, വെള്ളം കെട്ടി കിടക്കരുത്. അതായത് ആവശ്യത്തിന് മാത്രമേ ഒഴിക്കാൻ. അത് വലിയ ഹോൾസ് ഉണ്ടാവില്ല. ഇല്ല, ആയിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എത്ര നമ്മുടെ വീട്ടിൽ വേസ്റ്റായി പോകുന്ന സാധനം കൊണ്ടും എത്ര നമ്മുടെ വീടും പരിസരവും മനോഹരമാക്കാന്നുള്ള ടിപ്പാണ്. അപ്പോൾ നമ്മൾ ആ ലൊക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പൊട്ടി മിക്സ്, അതിന് മണ്ണ്, മണല്, വെർമി കമ്പോസ്റ്റ്, ചാണകപ്പൊടി. വെർമി കമ്പോസ്റ്റ് വിട്ടിട്ടൊരു കളിയില്ല. എല്ലാത്തിലും പറമ്പിലും തെങ്ങിനും എല്ലാത്തിലും ഉണ്ട്. വേറെ എന്തെങ്കിലും പിന്നെ ഇവിടെ ഫെർട്ടിലൈസറും ഫംഗിസൈഡും ചോദിക്കണം, വേറെ ഒന്നിന്റെ ആവശ്യം ഇവിടെ ചെയ്യാറില്ല. പിന്നെ ഇത് പോവും കുറച്ച് കഴിയുമ്പോ. സീസണാണ്, തനിയെ പോയിട്ട് തനിയെ മുളച്ചു മാറ്റി നടാറുണ്ടോ? സമയത്ത് മാറ്റി നടാറുണ്ട്. ആ പോകുന്ന സമയത്താണോ? പോകുന്ന കഴിയുമ്പോ കമത്തിയിട്ടിട്ട് അതിന്റെ കായ്കളുണ്ടല്ലോ, ബൾബ്, അതെടുത്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വീണ്ടും ഡെവലപ്പ് ചെയ്തുകൊണ്ട്. ഇത് ഒരെണ്ണം വാങ്ങിയതല്ലേ? അത് ചോദിക്കാണ്ടല്ലോ അല്ലേ? ഇത് വാങ്ങിയതല്ല, എവിടെന്നോ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ എൽസിയമ്മയുടെ സ്ഥിതി. അപ്പോൾ എൽസിയമ്മേനെ കുറിച്ച് ഞാൻ ഇനി പ്രത്യേകിച്ച് നമ്മുടെ ചാനലിൽ പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഒരുപാട് വീഡിയോസ് വന്നു, ഒരുപാട് ആളുകൾ കണ്ടുപരിചയമായി. ഇപ്പോൾ ഗ്രീൻ ഹെവൻ്റെ ഒരു പാർട്ടായിട്ടുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതാണ് ആള്. കാണാത്തവരൊക്കെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.